ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രുചിയുള്ള ഒരു ചമ്മന്തിയാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൂട്ടിയാൽ പിന്നെയും ആ ചമ്മന്തി ഉണ്ടാക്കും. വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ആ ചോറുണ്ണാനൊക്കെ ഉണ്ട്. ആ ചമ്മന്തി മാത്രം മതി. അത്ര രുചികരമായ ഒരു ചമ്മന്തിയാണത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഞാൻ നേരത്തെ മേടിച്ച് കഴുകി ഉണങ്ങി വെച്ചേക്കുന്നതാണ്. അപ്പൊ അതേ കുറെ ചെമ്മീന്റെ തലയും വാലും ഒക്കെ കിള്ളി കളഞ്ഞിട്ട് ആ ചെമ്മീനുണ്ട്. ആ ചെമ്മീന്റെ കൂടെ നമ്മൾ അരയ്ക്കുന്നത് എന്താന്ന് വെച്ചാൽ കാന്താരി മുളകാണ് അരയ്ക്കുന്നത്. ഇപ്പൊ കാന്താരിയൊക്കെ തീർന്നു കേട്ടോ. ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉള്ളു കാന്താരി. ഈ കാന്താരി പിന്നെ കുറെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മൂന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ചെമ്മീൻ ചമ്മന്തിക്ക് അരയ്ക്കാനുള്ളത്. അപ്പൊ അത് നമ്മളൊന്ന് ആ ചെമ്മീൻ ചമ്മന്തി നമുക്കൊന്ന് അരയ്ക്കാം. അതെങ്ങനെയാണെന്ന് അത് നോക്കാം. അപ്പൊ നമ്മൾ ഈ മൂന്ന് സാധനം കൊണ്ടാണ് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഉപ്പുണ്ട്. അപ്പൊ നമ്മളിത് ഒരു പിടുത്തം ചെമ്മീനുണ്ട്. ഇത് ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് നമ്മൾ അതിന്റെ വാലും അതിന്റെ ഇതെല്ലാം നുള്ളിപ്പറിച്ച് കളഞ്ഞെടുത്ത് ഈ ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അമ്മ ഇത് കഴുകിയെടുത്തു അല്ലെ? കഴുകി തലയും വാലും കളഞ്ഞിട്ട് കഴുകി അല്ലെ? കഴുകിയിട്ട് വീണ്ടും ഉണങ്ങി ടിന്നിലിട്ട് വെച്ചേക്കും അല്ലെ? അപ്പൊ നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ അപ്പൊ പെട്ടെന്ന് എടുക്കാം, പണിയില്ല അല്ലെ? പിന്നെ നമ്മളിത് ഇത്രയും കാന്താരി മുളക്, ഈ ചെറിയ കാന്താരി അതിൽ ഭയങ്കര എരിവാണ് ഇപ്പൊ. പക്ഷെ കാന്താരി മുളക് വെച്ച് ചെമ്മീൻ ചമ്മന്തി അരച്ചാലുണ്ടല്ലോ അതൊരു പ്രത്യേക രുചിയാണ് ഈ കാന്താരി ചമ്മന്തി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് നന്നായിട്ട് വേറെ കറി ഒന്നും കൂട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും ചുമന്നുള്ളി ഇടും. ചുമന്നുള്ളി നടുക ഒന്ന് പൊട്ടിക്കെട്ടിയാണ്. എങ്ങനെയാ? ഇതിന് പക്ഷെ ഇച്ചിരി ചുമന്നുള്ളി വേണം. ചുമന്നുള്ളി വേണം ചെമ്മീൻ ചമ്മന്തിക്ക്. അപ്പൊ ചുമന്നുള്ളി നമ്മൾ ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെമ്മീനാണ് ഇടാൻ പോകുന്നത്. ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ ഒന്ന് വാട്ടിയാൽ പോരാ കേട്ടോ, ചെമ്മീൻ വറുത്തെടുക്കണം. ചെമ്മീൻ നമുക്കൊന്ന് വറക്കാൻ. ചെമ്മീൻ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പൊ കുറച്ച തീയലിട്ട് വേണം ചെമ്മീൻ നമ്മൾ വറക്കാൻ. ഉള്ളി വാട്ടിയ പോലെ വാട്ടിയാ പോരാ. ഉള്ളി നമ്മൾ ഈ ഒരു ചീനിച്ചട്ടിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അല്പം 2-3 തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ചെറു തീയെ വേണം ചെമ്മീൻ വറക്കാൻ. തീ കൂടരുത് അല്ലേ? ഇനി മൺചട്ടിയിൽ വറുത്താലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ചെമ്മീനും വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രത്തിൽ ഇടുക. അപ്പൊ നമ്മള് ഈ ഉള്ളി മൂപ്പിച്ചത് കൊണ്ടുണ്ടല്ലോ, ഉള്ളി ചെറിയ കുറച്ച് എണ്ണ ഒരു സ്പൂൺ പോലും ഒഴിച്ചില്ല, ഒരു തുള്ളി 2-3 തുള്ളി എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വഴറ്റിയത്. അപ്പൊ ആ ഒരു ചട്ടിക്കകത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ ഉള്ളി ഇട്ടത്, ചെമ്മീൻ വരട്ടിയത്. അത് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഒരു എണ്ണയുടെ ചെറിയൊരു മയം ഇതിന്റെ അകത്തുള്ളത്, ആ ഉള്ളിയുടെ ഒക്കെ ഒരു മയം. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാതും ഇത് വഴറ്റാം. അപ്പൊ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും എണ്ണ ഒഴിക്കാതെ ഉള്ളി മൂപ്പിച്ചിട്ട് ഒട്ടും എണ്ണ ഒഴിക്കാതെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ചെമ്മീന് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ തന്നെ ഉള്ളി മൂപ്പിച്ചില്ലെങ്കിലും പച്ചയ്ക്ക് ഉള്ളി വെച്ച് പച്ചയ്ക്ക് ഉള്ളി മൂപ്പിക്കാതെ പച്ചയ്ക്ക് ചെമ്മീൻ ഇത് അരയ്ക്കുവാണെങ്കിൽ വേറൊരു രുചിയാ. അപ്പൊ നമ്മൾ കാന്താരി മുളകിനോട് സ്വല്പം ഉപ്പും കൂടി ഇടുവാണ്. എത്രയും ഉപ്പ്. സാധാരണ എല്ലാരും ചെയ്യുന്നത് ഉള്ളി മൂപ്പിക്കാണ്ട് പച്ചക്കുള്ള ഉള്ളിയിലാണ് ചെയ്യുന്നത്. അതെല്ലാരും തന്നെ ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്താൽ ടേസ്റ്റിന് ഒരല്പം മാറ്റമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി കല്ലിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി കല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടികല്ലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ചവച്ചെടുക്കാം. ഈ ചെമ്മീൻ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ, ചില ചെമ്മീനുകളൊക്കെ ഇങ്ങനെ മുറിയാണ്ട് കിടക്കും, ചതഞ്ഞ് അല്ലെ? അങ്ങനെ അതാണ് ടേസ്റ്റ് ഇതിന്റെ. നമ്മള് മിക്സിക്കകത്ത് അടിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം ഒരുപോലെ അങ്ങ് പൊടിഞ്ഞു പോകും, തീരെ പൊടിയും. അങ്ങനെ പൊടിയണതിനൊരു സുഖമില്ല. ഈ ഒരു രീതിയിൽ കണ്ടോ, ഇങ്ങനെ കുറച്ച് പൊടിഞ്ഞും പൊടിയാതെ ഒക്കെ കിടക്കുന്നുണ്ടല്ലേ, അപ്പോഴാണ് ടേസ്റ്റ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കാന്താരി നമ്മൾ ഒത്തിരി അരക്കരുത്. കാന്താരി അതുപോലെ തന്നെ അതിന്റെ ഒരു കഷ്ണമൊക്കെ വന്ന രീതിയിൽ കണ്ട ചതച്ചെടുക്കുക ചെയ്യാവുള്ളൂ. അതാണ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉള്ളി അതുപോലെ തന്നെയല്ലേ അമ്മേ? മറ്റ് ചമ്മന്തിയൊക്കെ നമ്മൾ സാധാരണ അരയ്ക്കുമല്ലേ ചെയ്യുന്നത്, ഒരു പ്രത്യേക രീതിയിൽ എല്ലാം അരയും. ചെമ്മീൻ ചമ്മന്തി ഒരിക്കലും അങ്ങനെ അരയരുത്. അങ്ങനെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഇനി മീൻ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നന്നായിട്ട് എല്ലാം ഒരുപോലെ പൊടിച്ചെടുക്കുന്ന ചമ്മന്തിയോട് ഉണ്ട് കാര്യം പറഞ്ഞാല് അല്ലേ? ഇത് കണ്ട, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല? അതെ, കണ്ട
ഇങ്ങനെ അല്പം കണ്ടില്ല, ഇങ്ങനെ പൊടി പൊടി പോലെ ചെമ്മീനുണ്ട്, ഫുള്ളായിട്ടുള്ള ചെമ്മീൻ കടിക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ളു. പൊടിഞ്ഞാ കൊള്ളത്തില്ല. പൊടിഞ്ഞ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ കിടക്കുമ്പോ. ഉള്ളി കണ്ട, ഉള്ളി എല്ലാം ചതച്ചിട്ട് ഇതിനെ എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചാക്കി ഒന്നും കൂടെ കല്ലിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പരുവത്തിലൊക്കെ ആക്കി കിട്ടണമെങ്കിൽ നമുക്ക് അരകല്ല് തന്നെ വേണം, അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അമ്മമാരൊക്കെ പറയാറുണ്ട് ചമ്മന്തി അരയ്ക്കണമെങ്കിൽ കല്ലിലരച്ച് ചമ്മന്തിക്കാണ് ടേസ്റ്റ് ഉള്ളൂ എന്നല്ലേ. അതെനിക്കും അതേട്ടോ, എനിക്ക് മിക്സിക്കകത്ത് ചമ്മന്തി അരയ്ക്കണ എനിക്ക് ഇഷ്ടമല്ല. കാരണം മിക്സിക്കകത്ത് ഞാൻ പല സ്ഥലത്തും മിക്സിയിൽ അരച്ച് കഴിച്ചിട്ടുണ്ട് ചമ്മന്തി. അപ്പൊ ഒരു പൊടി പോലെ ഇരിക്കും, തേങ്ങാപ്പൊടി പോലെ അല്ലേ, തേങ്ങാപ്പൊടി പോലെ ഒരു പൊടി പോലെ ഇരിക്കും. നമ്മൾ ചമ്മന്തി ഇങ്ങനെ അരച്ച് ഉരുട്ടി എടുക്കുന്ന രീതിയിൽ നമുക്ക് അതിൽ ഇത് ഉരുട്ടത്തില്ല, ഇത് ഉരുട്ടിയല്ല കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് കണ്ടില്ല, അത് ഇങ്ങനെ ഒരു കഷ്ണമൊക്കെ ആയിട്ടാണ് മൊത്തം കിടക്കുന്നത്. അതാണ് ഈ ചമ്മന്തിയുടെ ഒരു സ്റ്റൈല്. നമ്മൾ ചട്ടിക്കകത്തേക്ക് എടുക്കും അല്ലമ്മ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇതേ ചതച്ച്, ഇതിനെ അരച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ചതച്ചെന്നാ പറയുന്നത്. ചതയ്ക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഒരു ലേശം വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചെങ്കിൽ അതിന്റെ രുചി ഒരു ടേസ്റ്റ് ഉള്ളു. അപ്പൊ നിങ്ങൾ അയ്യോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, കൊളസ്ട്രോൾ ആണ്, വെളിച്ചെണ്ണ കൂട്ടരുതെന്നൊന്നും പറയരുത്. ചില സാധനത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാധനത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കണം അല്ലെ, ചെമ്മീൻ ചമ്മന്തിക്ക് പ്രത്യേകിച്ച്. അതിന് എന്നാൽ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു വെളിച്ചെണ്ണയും കൂടെ ചെല്ലുമ്പോഴാണ് അതിന്റെ രുചിയുള്ളത്. അപ്പൊ ചിലപ്പോ പലപ്പോഴും പലരും പറയാൻ സാധ്യതയുണ്ട് ഈ വെളിച്ചെണ്ണ നിങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പറയാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ നോക്കിയാൽ നമ്മൾ ഒക്കേഷണലി നമ്മൾ ചിലപ്പോൾ കുഴിമന്തിയോ അതുപോലെ തന്നെ അൽഫാമോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ മയോണൈസ് ഒക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ അകത്ത് ഓയിലൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒക്കേഷണലി അല്ലേ കഴിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ അത്ര വലിയ ദോഷകരം ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഈ ഒരു ചമ്മന്തിക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ കഴിക്കുക. മുളക് കുറച്ചാൽ മതി അല്ലേ, എന്നാലും വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിലേ ചെമ്മീൻ ചമ്മന്തിക്ക് രുചിയുള്ളൂ. അപ്പൊ അതേ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നമ്മളിങ്ങനെ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കണം ഇതിന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. ഇനിയിപ്പോ ഉപ്പൊക്കെ കുറച്ച് കുറവാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉപ്പ് ഒത്തിരി നമ്മൾ ഇട്ട് അരച്ചാൽ ചിലപ്പോൾ ഉപ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കറികൾക്കും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സ്റ്റേജിൽ വീണ്ടും നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടെ ഒക്കെ ഒന്ന് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി നമുക്ക് അടിപൊളിയാക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുവാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞങ്ങളുടെ ഇവിടോട്ടൊക്കെയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്, തെക്കോട്ടൊക്കെ പറയുന്നത് കൊഞ്ചെന്നാ പറയുന്നത്, ഉണക്ക കൊഞ്ച, പച്ചക്കൊഞ്ച, അങ്ങനെ കൊഞ്ചെന്നാ പറയുന്നത്, ചെമ്മീൻ എന്ന് പറയില്ല അവിടെ. ഇവിടാണ് ഈ എറണാകുളം ജില്ലയിൽ ഇങ്ങോട്ടാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടോട്ടൊക്കെ പറയുന്നത് ചെമ്മീനല്ല, ഉണക്കക്കൊഞ്ച, വലിയ പച്ച കൊഞ്ച് മേടിച്ചെന്നാ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു സൈസ് തന്നെയാണ്, മീൻ ഒന്ന് ചെമ്മീൻ ഒന്ന് തന്നെയാണ്, രണ്ട് പേര് വന്നെങ്കിൽ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഉണക്ക ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വെച്ചേക്കണം. ഇപ്പൊ ചെമ്മീൻ മേടിച്ച് കഴുകി ഉണങ്ങി വെച്ചേക്കാൻ നല്ല സമയമാണ്. കഴുകി വേർത്തിട്ട് 1 മണിക്കൂറിന് ചെമ്മീൻ ഉണങ്ങി കിട്ടും. ചാറുകറി, ഇപ്പൊ സാമ്പാറോ മോരുകറിയോ ഒക്കെ എനിക്ക് ഇതിനോട് കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ചെമ്മീൻ ചമ്മന്തി മാത്രം ആ ഉള്ളി എന്താണ് ആ ചെമ്മീൻ ഇടയ്ക്കിടയ്ക്ക് കടിച്ച അതാ എനിക്ക് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഈ ചെമ്മീൻ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.